والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد അള്ളാഹു നമ്മുടെ ഈ ദിവസം എല്ലാ ഖൈറുള്ള ദിവസമാക്കി തരും. എല്ലാവിധ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമ്മളെ തട്ടി നീക്കി തരാം. നമ്മളിപ്പോൾ റജബ് ഷഅബാൻ 2 മാസത്തിൽ ബർക്കത്ത് ചെയ്യണം ദുആ ചെയ്ത് ഒരു മാസം കഴിഞ്ഞു. റജബ് പൂർത്തിയായി. നമ്മളിപ്പോൾ ഷഅബാനിലേക്ക് പ്രവേശിച്ചിട്ട് 2 ദിവസമായി. ഷഅബാനിലാണുള്ളത്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, റജബ് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാൻ ഷഹരി എന്ന് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷഅബാൻ എൻ്റെ മാസമാണെന്നാണ് നബി പഠിപ്പിച്ചത്. എൻ്റെ മാസം നബിയുടെ മാസമായി പരിചയപ്പെടുത്തിയത്. അത് പറയാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ പറയാനുള്ളത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് അല്ലേ? വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമാക്ക് ഉണ്ട്. അല്ലാതൊക്കെ നമുക്കറിയണതാണ്. ഇന്നല്ലാഹ വമലായികതഹു, തീർച്ചയായും അള്ളാഹും മലക്കളും യുസല്ലൂന അലൻ നബി, അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നല്ല, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാവലി സംരക്ഷണം എന്നാണ് അർത്ഥം. മലായികത്തിനും സ്വലാത്ത് പക്ഷേ നമ്മൾ ചെല്ലുന്ന പോലെ സ്വലാത്തായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ, അലൈഹി, നബിയുടെ മേൽ, തസ്ലീമ, നബിയുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം എന്ന് ഖുർആനിൽ പറഞ്ഞ ഈ ആയത്ത്, ഖുർആനിലുള്ള ഈ ആയത്ത് ഇറങ്ങിയത് ഏത് മാസത്തിലാണ്? ശഅബാൻ മാസത്തിലാണ്. ആ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസം എൻ്റെ മാസമാണ്, നബിയുടെ പേരിൽ അള്ളാഹു മലായികത്തും സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് അള്ളാഹു തന്നെ നേരിട്ട് നമ്മളോട് പറഞ്ഞ ഒരു മാസമാണ്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ വളരെ ശ്രേഷ്ഠതയും പുണ്യമുള്ള മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, വെറുതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, നബിയുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതുകൊണ്ടാണ് എൻ്റെ മാസമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മാസമായിട്ട് ഈ മാസത്തെ പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മൾ ആ മാസത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തർഷവട്ടിലാണ്, കാരണം പടിവാതിലാണ് ഇതിൻ്റെ റമദാനിൻ്റെ. ഇനി പെട്ടെന്ന് കഴിയും, വളരെ വേഗത്തിൽ പോകും. ഇതെപ്പോൾ റഷാപ്പോൾ ഷഅബാനെ പറ്റി പടുത്ത് പഠിച്ചിട്ടല്ലേ ഉള്ളൂ നിൽക്കുമ്പോഴത്തേന് റമദാനായിട്ടുണ്ട്. മാസപ്പിറവി കണ്ടോ കണ്ടില്ല എന്നുള്ള ദിവസത്തേക്ക് ദിവസങ്ങൾ വേഗം കടന്നു പോകും. ഷഅബാന് പോകുമ്പോൾ ദുആ തുടങ്ങിയിട്ട്, അല്ല റജബിൻ്റെ ദുആ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് തോന്നില്ലേ, കഴിഞ്ഞ 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഷഅബാനിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ റമദാനിലേക്ക് എത്തിച്ചേരണേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ. എത്ര ആളുകളുണ്ട് റമദാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്നത്? നമുക്കൊക്കെ അറിയാം അല്ലേ? ധാരാളം ആളുകൾ, ഒരുപാട് പണ്ഡിതന്മാർ. ഇപ്പോൾ സംസ്ഥയുടെ പിന്നെ ഉസ്താദ്, കാസർഗോഡുള്ള സംസ്ഥയുടെ പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റാണ് ഉസ്താദ്. ഇപ്പോൾ കാസർഗോഡ് നടക്കുന്ന സമ്മേളനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലൊക്കെ മെയിൻ കമ്മിറ്റിക്കാരനാണ്. ഉസ്താദിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനും എന്താ പറയുക, റമദാനിലേക്ക് എത്താനോ അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല. നമുക്ക് ആർക്കാണ് എന്താ ഭാഗ്യം ഉണ്ടാകാൻ അറിയില്ല. അപ്പം നമ്മളുള്ള സമയം അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരങ്ങൾ, ഓരോരുത്തർ കാര്യകർമ്മങ്ങളിലൊക്കെ പരമാവധി ഇരട്ടി കിട്ടുന്നതിലേക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒറ്റക്ക് നിസ്കരിച്ചാൽ ഒറ്റക്കുള്ള കൂലി കിട്ടുള്ളൂ, ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി കിട്ടും. കൂലി കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള അമലുകളിലേക്ക് നമ്മൾ വേഗത്തിൽ വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റു വിഷയങ്ങളൊന്നും പറയുന്നില്ല. ശഅബാൻ മാസത്തെ അതിൻ്റെ എല്ലാ കുടുംബത്തിലും മാന്യതയും ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിൽ അള്ളാഹു നമുക്ക് എല്ലാവിധ സൽക്കർമ്മങ്ങളും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് വളരെ വലുതാണ്. നമ്മൾ തീരുമാനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും റമദാൻ പൂർണ്ണമായും ഇബാദത്ത് ചെയ്യാൻ, നോമ്പ് അനുഷ്ഠിക്കാനും ഒരു തടസ്സമില്ലാതെ അതിനുള്ള ആഫിയത്തും ആരോഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ.